ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഒഴിയാൻ അമേരിക്കൻ പൗരന്മാരോട് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. മേഖല കൂടുതൽ അശാന്തമാവാൻ സാധ്യതയുണ്ടെന്നും ജീവനുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വലിയ ആശങ്ക ജനിപ്പിക്കുന്നതാണ് എന്നതിനാൽ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് മാറണം എന്നുള്ളതാണ് ട്രംപിൻ്റെ നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന രാജ്യത്തേക്കോ അല്ലെങ്കിൽ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമോ വളരെ അടിയന്തരമായിട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന വാർത്താ പ്രാധാന്യമുള്ള വിഷയങ്ങളിലൊന്ന് സൗദി അറേബ്യയിലെ അമേരിക്കയുടെ എംബസി ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. 8 ഡ്രോണുകളെങ്കിലും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വരികയും 6 ഡ്രോൺ തകർക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു. പക്ഷേ 2 ഡ്രോൺ എംബസിയെ നേരിട്ട് പതിച്ചു എന്നുള്ളത് തീപിടുത്തമുണ്ടായി. ആൾനാശമൊന്നും ഉണ്ടായിട്ടില്ല, ആളില്ലാത്ത സമയത്താണ് എന്ന് പറയപ്പെടുന്നു. അതുകൊണ്ട് അത്തരം വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സൗദി അറേബ്യയുടെ ഒരു എംബസിക്ക് നേരെ മറ്റൊരു രാജ്യത്ത് നിന്ന് ആക്രമണം ഉണ്ടാകുന്നത്. സുരക്ഷിതത്വം നൽകാൻ പറ്റാത്തതിൻ്റെ ഒരു നാണക്കേട് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക അനുഭവിക്കുന്നുണ്ട് എന്ന് ചുരുക്കം. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ എംബസികളോ അവരുടെ കോൺസുലേറ്റോ സംവിധാനങ്ങളോ അവരുടെ പൗരന്മാർക്കോ വേണ്ടത്ര രീതിയിൽ സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ 100% അമേരിക്ക പരാജയപ്പെട്ടു എന്നുള്ളതാണ്. മറ്റ് ലോക രാജ്യങ്ങളുടെ വിഷയത്തിലൊക്കെ ഇടപെടുന്ന സമയത്ത് സ്വന്തം രാജ്യത്തിലെ പൗരന്മാർക്കും അതിനുമായിട്ട് ബന്ധപ്പെട്ടവർക്കും സുരക്ഷിതത്വം ഒരുക്കുകയാണ് അത്യാവശ്യം എന്നുള്ളത് അമേരിക്കയുടെ പ്രതിപക്ഷം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിക്കുകയും ചെയ്തു. ഇപ്പോൾ പുറത്തു വന്ന കണക്ക് പ്രകാരം 3 സൈനികർ മരണപ്പെട്ടു എന്ന് പറഞ്ഞാൽ എന്നാണ് ഔദ്യോഗികമായിട്ട് വന്നിരിക്കുന്ന റിപ്പോർട്ട്. എന്നാൽ ഒരു ചാനൽ നടത്തിയ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ പറഞ്ഞത് 3 അല്ല, അതിൽ കൂടുതൽ വന്നിട്ടുണ്ട് എന്നുള്ളതും പരിക്കേറ്റവരെക്കുറിച്ചും മരണപ്പെട്ടവരെക്കുറിച്ചും അവരുടെ ബന്ധുക്കൾക്ക് വിവരം നൽകിയതിന് ശേഷം മാത്രമാണ് കാര്യങ്ങൾ വെളിപ്പെടുത്തുക എന്നുള്ള കാര്യം പറഞ്ഞ് യഥാർത്ഥത്തിൽ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. ഇസ്രായേൽ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളാണെങ്കിലും അമേരിക്ക ആണെങ്കിലും അവരുമായിട്ട് ഏതെങ്കിലും കാലത്ത് യുദ്ധമുണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ പോലും അവരുടെ നാശത്തെക്കുറിച്ചോ നഷ്ടത്തെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ പരിക്കേറ്റവരെക്കുറിച്ചോ കൃത്യമായിരിക്കുന്ന ഒരു വിവരം ഇതുവരെ വന്നിട്ടില്ല. അതവരുടെ യുദ്ധത്തിൻ്റെ തന്ത്രമായിട്ട് അവർ ഉപയോഗപ്പെടുത്തുന്നതാണ് എന്ന് ചുരുക്കം. ഇപ്പോൾ ഹിസ്ബുള്ള ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിശക്തമായിരിക്കുന്ന ഒരു ആക്രമണം ഇസ്രായേലിന് നേരെ ഉണ്ടായത് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പറയുന്ന കാര്യം ഇസ്രായേലിൻ്റെ എയർബേസ് ആക്രമിച്ചു എന്നുള്ളതാണ്. അത് ഏത് മേഖല കേന്ദ്രീകരിച്ചാണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ശക്തമായിരിക്കുന്ന ആക്രമണമാണ്, വലിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ലെബനാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായിട്ടാണ് തങ്ങൾ ഈ പ്രവൃത്തി ചെയ്തത് എന്നുള്ളതും തങ്ങൾ ആരംഭിക്കുക മാത്രമാണ് ചെയ്തത്, ഇനി ശക്തമായിരിക്കും തിരിച്ചടി ഉണ്ടാകും എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ലെബനാനിൽ നിന്ന് പ്രതികരണം ഉണ്ടായി. ലെബനാൻ സർക്കാരും ഹിസ്ബുള്ള ഗ്രൂപ്പും 2 തരത്തിലാണ് ഇപ്പോൾ പോകുന്നത്. ഹിസ്ബുള്ള ഗ്രൂപ്പിനെ തള്ളി പറഞ്ഞിരിക്കുന്ന രീതിയാണ് അവിടുത്തെ ഗവൺമെൻറ് നടത്തിയിരിക്കുന്നത്. ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ ഈ യുദ്ധ രീതികളൊക്കെ ഈ മേഖലയിൽ നിന്ന് പ്രവർത്തിക്കാൻ തെറ്റായിരിക്കുന്ന കാര്യമാണ് എന്നുള്ളത്. പക്ഷേ അവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അവിടുത്തെ സൈനികർക്കാണ് ബലവും ശക്തിയുമുള്ളത് അവിടെ ഹിസ്ബുള്ള ഗ്രൂപ്പിനാണ് എന്നതിനാൽ ഒരു ഏറ്റുമുട്ടാനൊന്നും ഒരിക്കലും സർക്കാർ തയ്യാറാവില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഈ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിവരം, അതായത് ഇറാനിൽ നടത്തിയിരിക്കുന്ന മരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ ഒരു വിവരം തന്നെ ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തിട്ട് വിട്ടിരിക്കുകയാണ്. 700ഓളം ഇറാനികൾ ഇപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധത്തോടനുബന്ധിച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും സങ്കടകരമായിരിക്കുന്ന കാര്യം അവർ തന്നെ പറയുന്നു, 176 കുട്ടികളാണ്. ആ കുട്ടികൾ എന്ന് പറഞ്ഞാൽ അത് ടീനേജ് പ്രായമുള്ള ചെറിയ പ്രായമുള്ള കുട്ടികൾ പഠിക്കുന്ന ഒരു കോളേജിൽ ഒരു സ്ഥാപനത്തിലേക്കാണ് ഇസ്രായേലിൻ്റെ മിസൈൽ ആദ്യം തന്നെ വീണത്. 15 കുട്ടികൾ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ആദ്യ റിപ്പോർട്ട്. പിന്നെ അത് 35ആയി, 75ആയി. ഇപ്പോൾ 176ഓളം കുട്ടികളുടെ ലിസ്റ്റ് ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ദുബായിലെ ആസ്ട്രേലിയൻ എംബസി ആക്രമിച്ച ഒരു വിവരം പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ ആസ്ട്രേലിയൻ എംബസിക്ക് നേരെ മിസൈൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. തീപിടുത്തോ പരിക്കേറ്റ വിവരങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആത്മീയ നേതാവ് കൊല്ലപ്പെട്ടതിനുള്ള പ്രതികാരം ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് പോലും അറിയാത്ത തരത്തിലാണ് ഇപ്പോൾ ആക്രമണം നടക്കുന്നത് എന്നുള്ളതാണ്. അറേബ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇറാനെതിരെ ശക്തമായിരിക്കുന്ന പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ ആക്രമിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി വിവരം പറഞ്ഞിട്ടില്ല. ഖത്തർ 2 യുദ്ധവിമാനങ്ങൾ തകർത്ത ഇറാൻ 2 യുദ്ധവിമാനങ്ങൾ തകർത്തായിരിക്കുന്ന റിപ്പോർട്ടുണ്ട്. അത് ഇങ്ങോട്ട് വരുന്ന ഖത്തറിനെ ലക്ഷ്യമാക്കി വരുന്ന യുദ്ധവിമാനങ്ങളാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ യുദ്ധവിമാനങ്ങൾ ഈ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്തതാണെന്ന് അനുമാനിക്കാൻ വേണ്ടി സാധിക്കും. കാര്യം
യുദ്ധവിമാനം കൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയത് ഇതുവരെ അന്താരാഷ്ട്ര മീഡിയകളൊന്നും റിപ്പോർട്ട് ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ അവരുടെ കൈവശത്തിൽ യുദ്ധവിമാനം ഉണ്ട് എന്ന് തെളിയിക്കാൻ കൂടി ഈ ഒരു സംഭവം കാരണമായിട്ടുണ്ട് എന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പോൾ അറേബ്യൻ രാജ്യങ്ങൾ തിരിച്ചടിക്കാത്തതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവർ ഇപ്പോൾ ഇറാൻ ആക്രമിക്കുക തന്നെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടിയാണ് എന്നുള്ളത് കൃത്യമാണ്. കാര്യം എന്ന് പറഞ്ഞാൽ മരണസംഖ്യ തീരെ ഇല്ല, വളരെ കുറവാണ്. ഈ 6 രാജ്യങ്ങളെ ആക്രമിച്ചിട്ടും മരണസംഖ്യ 6 7 ആയിട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഈ ലക്ഷ്യം വെക്കുന്നത് അമേരിക്കയെ തന്നെയാണ് എന്നുള്ളതിൽ കൃത്യമാണ്. പിന്നെ ഇറാൻ സമ്മതിക്കാത്ത ഏതെങ്കിലും ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നാമ്പുറം ഇസ്രായേൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യാറുണ്ട്. അവരാവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ശക്തമായിരിക്കുന്ന മറുപടി ഉണ്ടാകുമെന്ന് ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. സൗദി അറേബ്യയിലെ എംബസി ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് തങ്ങൾ അടങ്ങി നിൽക്കുന്നില്ല, അതിന് തിരിച്ചടി ഭയാനകരമായ രീതിയിൽ ഉണ്ടാവും എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതിന് ഇറാൻ്റെ ഭാഗത്ത് ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം നിങ്ങൾ 2 കപ്പലിനെ അവിടുന്ന് മാറ്റിക്കോളൂ, അത് നശിപ്പിക്കാനുള്ള എല്ലാ പ്രവൃത്തിയും ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 100 അല്ലെങ്കിൽ 150 നോട്ടിക്കൽ മൈൽ ഭാഗത്തേക്ക് നിലവിൽ അറേബ്യൻ കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന അബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലും മെഡിറ്ററേനിയൻ കടലിൽ നങ്കൂരം വിട്ടിരിക്കുന്ന അമേരിക്കയുടെ യുദ്ധക്കപ്പലും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ വരുന്നത്. അത് ഇതിനെ സാരമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. 2-ലധികം മിസൈലുകൾ അബ്രഹാം ലിങ്കൻ്റെ കപ്പലിൽ 4 മിസൈൽ ഇറാൻ വിട്ടിട്ടുണ്ട് എന്നുള്ളത്, 2 കപ്പലിന് പതിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് പുറത്ത് വന്നിട്ടുണ്ട്. അത് ഇറാൻ തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് തടയാൻ സാധിച്ചു എന്നൊരു മറുപടി മാത്രമാണ് വന്നത്. മിസൈൽ വന്നിട്ടില്ലെന്നോ അത് പതിച്ചിട്ടില്ലെന്നോ 2-നെക്കുറിച്ചും വിവരങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനെ ഭയപ്പെട്ടുകൊണ്ട് മാറിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരുടെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ പൗരന്മാരും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളും ഒന്നും സുരക്ഷിതമല്ലെന്നും അവർക്ക് സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം തങ്ങൾ ആലോചിക്കുന്നു എന്നുള്ളതാണ്. അഥവാ അമേരിക്കയുടെ ഭൂമിയിൽ നിന്ന് തന്നെ ഇറാൻ ആക്രമിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന് കൂടി പറയുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ ഇതിന് മറുപടിയായിട്ട് അറേബ്യൻ രാജ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും ഇറാൻ ആക്രമിക്കാൻ പാടില്ല, തങ്ങൾ അത് അനുവദിക്കുകയില്ല എന്നുള്ളത്. അത് ഖത്തറും ദുബായ്, ബഹ്റൈൻ, കുവൈറ്റ്, ഈ 4 രാജ്യങ്ങളാണ് കൃത്യമായിരിക്കുന്ന അമേരിക്കയുടെ ബേസുള്ള രാജ്യം. ഈ 4 രാജ്യങ്ങളും ഇത്രയൊക്കെ നഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ടെങ്കിലും, ഇത്ര പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിലും, മരണങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ആക്രമിക്കാൻ വേണ്ടി അമേരിക്കക്ക് ഭൂമിക വിട്ടു നൽകില്ലെന്ന് അവർ ആവർത്തിച്ച് പറയുകയും ചെയ്തു. സൗദി അറേബ്യയിൽ പിന്നെ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് ബേസില്ല, അമേരിക്കയുടെ ബേസിൽ നിന്നാണ് ഒരു കരാർ അടിസ്ഥാനത്തിൽ അമേരിക്ക പ്രാക്ടിക്കൽ ചെയ്യുന്നത്. അത് തന്നെ ഒരു നിയന്ത്രണമുണ്ട്. അവിടേക്ക് വരുന്ന വിമാനത്തെക്കുറിച്ചും പോകുന്ന വിമാനത്തെക്കുറിച്ചും സൈനികരുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വളരെ കൃത്യമായിരിക്കുന്ന അറിവ് സൗദി അറേബ്യക്കുണ്ട് എന്നതിനാൽ അവിടെ അനുവാദമില്ലാത്ത രീതിയിൽ ആക്രമിക്കാൻ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അപ്പോൾ മൊത്തത്തിൽ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഇസ്രായേലിനെ കേന്ദ്രീകരിച്ച് കൊണ്ടടക്കം വലിയ രീതിയിലുള്ള ആക്രമണം ഇറാൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. തെലാവീവ് കേന്ദ്രീകരിച്ചുകൊണ്ട് 2-ലധികം സ്ഫോടനം നടന്നിരിക്കുന്ന റിപ്പോർട്ട് ഔദ്യോഗികമായിട്ട് തന്നെ പുറത്തു വന്നു. എന്നാൽ 6-ലധികം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ട് കാണാൻ വേണ്ടി പറ്റുന്നു. ഇറാൻ്റെ തലസ്ഥാനമായിരിക്കുന്ന തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 14-14 ആക്രമണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വേണ്ടത്ര രീതിയിൽ ലക്ഷ്യം കണ്ടിട്ടില്ല എന്ന റിപ്പോർട്ട് അതിൻ്റെ കൂടെ തന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. പിയച്ചു പോയിരിക്കുന്ന ലക്ഷ്യത്തോടു കൂടി തങ്ങളുടെ രാജ്യത്ത് ആക്രമണം നടത്തി എന്ന് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ അതിന് പ്രതികരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ യുദ്ധം ആരംഭിച്ചിട്ടേ ഉള്ളൂ, ശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ഇപ്പോഴും പർവ്വതത്തിൻ്റെ തായ്വാരത്തോ ഞങ്ങളുടെ സുരക്ഷിതമായിരിക്കുന്ന മേഖലയോ ഉറങ്ങിക്കിടക്കുകയാണ്, ഞങ്ങളത് പുറത്തെടുക്കും. തീർച്ചയായിട്ടും സയനിസ്റ്റ് സംവിധാനത്തെ തകർക്കുക എന്നുള്ള തങ്ങളുടെ ലക്ഷ്യം തങ്ങൾ ഈ യുദ്ധത്തോടു കൂടി സാധൂകരിക്കും എന്നുള്ളതാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വരുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്ന സമയത്ത് 2 രാജ്യങ്ങളും ശക്തിയായ രീതിയിൽ തന്നെ പ്രതികരിക്കുകയും അതിനനുസരിച്ച് യുദ്ധ സംവിധാനത്തിലേക്ക് ഏർപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് യഥാർത്ഥത്തിൽ പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല തെഹ്റാനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ തെഹ്റാനിൽ നിന്ന് അവരുടെ മർമ്മപ്രധാനമായിരിക്കുന്ന ആയുധങ്ങളും സംവിധാനങ്ങളൊക്കെ മറ്റ് ഭാഗത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ആയുധങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ മിസൈലുമായിട്ട് ബന്ധപ്പെട്ട സംവിധാനത്തെക്കുറിച്ചോ തകർക്കാൻ വേണ്ടി സാധിക്കാത്തത്. അപ്പോൾ അത് ഒരിക്കലും പിടിക്കാൻ പറ്റാത്ത വിധം വ്യത്യസ്ത ഭാഗങ്ങളിൽ ചെതറി വ്യത്യസ്ത വിഭാഗത്തിൻ്റെ കൈവശത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട അമാനത്താണ്. അതങ്ങനെ തന്നെ അത് ഇസ്രായേലിനെതിരെയോ അമേരിക്കക്കെതിരെയോ ഉപയോഗിക്കും എന്നുകൂടിയാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾക്കറിയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.